ഇത് രാജാപ്പാർട്ടാ, തരി ഓവർ സ്മാർട്ടാ. ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ, വെറും ഓലപ്പാമ്പ. പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ. പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. കുറച്ച് തേങ്ങ മാറ്റി വെക്കണേ. എന്തിനാടാ? ഞാൻ കട്ടിച്ചമ്മന്തി ഉണ്ടാക്കി തരാം. ചുവന്ന ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടിട്ട്. കാന്താരി ഇട്ടിട്ട്? ആ, വറ്റല് മുളക് ഇട്ടിട്ട് ചുവന്ന ചമ്മന്തി ഉണ്ടാക്കണ കൂട്ടത്തില് കുറച്ച് കാന്താരിയും കൂടെ ഇടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല എരിവും ഉണ്ടാവും. ഒന്നുമില്ല, ചേച്ചി കഴിച്ചു നോക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. അത് ശരി, പഴയ ശീലമൊന്നും മറന്നിട്ടില്ല അല്ലേ? പണ്ട് ഇതേപോലെ തേങ്ങ വരുന്നതിനുമ്പോഴേ അമ്മ നിന്നെ തല്ലാൻ ഒഴിച്ചേണ്ട ഓർമ്മയുണ്ട? അയ്യോ, ഒരിക്കൽ ഇതുപോലെ തേങ്ങ തിന്നപ്പം അമ്മ പറമ്പ് മുഴുവൻ ഇട്ട് ഓടിച്ചു. ഒന്നിനും ചേട്ടത് ഒറ്റ കയറി എന്റെ തല മുറിയാൻ ചെയ്തു. ചേച്ചിക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന രാജീവ്. ഹലോ, എടാ ഞാൻ ഇന്നലെ ഇങ്ങ് വന്നു ചേച്ചിയുടെ അവിടെ. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഇല്ലടാ, ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോ കേട്ടാ. ഞാൻ വരാം, അങ്ങ് വരാം. കാണാം. ഞാൻ നാളെ എത്തും. ശരി. അവനെപ്പോ വന്നടാ? ഒരാഴ്ചയായി. ഇപ്പൊ ഭയങ്കര സെറ്റപ്പിലാണ്. 2 പേർക്കുള്ള വിസ ആയിട്ടാണ് ഇങ്ങ് എത്തിയത്. എന്നെ കിടന്ന് ഒരേ വിളി, ഞാൻ പോണേന്നില്ല. പോണെങ്കി പോടാ. ശരിയാവില്ല. ഇവിടെ കൃഷി വഴി എനിക്ക് മാസം 35,000-40,000 രൂപ വരെ കിട്ടും. അവിടെ ചെന്നാൽ 1,00,000 രൂപ വരെ കിട്ടുമെന്നാണ് അവൻ പറയണേ. എനിക്ക് അങ്ങനെ ചുമ്മാ എന്തിനാണ് അവിടെ ചെന്നത്? ഇതാകുമ്പോൾ നമ്മുടെ കൃഷിഭൂമി അന്യാധീനപ്പെട്ട് പോവുകയല്ല. കൃഷി വഴി കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ ഒന്നും ചെയ്താൽ കിട്ടുകയില്ല. ശരിയാണ്. പിന്നെ ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കയറി പോവാം. പൈസയൊന്നും കൊടുക്കണ്ട വിസയ്ക്ക്. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. നല്ല വിസയാണ്. എന്ത്? ഒന്നുമില്ല. എന്താന്ന് പറ. വെറുതെ വന്നേടി. ചിരിക്കണ ഒന്നുമില്ല. എന്റെ പേഴ്സ് എടുത്താ? എടാ, എനിക്ക് സ്പെയർ പാർട്സ് വാങ്ങിക്കാനുള്ള ലിസ്റ്റ് അതിന്റെ അകത്ത് കണ്ടടാ. നീ എന്തോന്ന് കളിയാ? പേഴ്സ് കാണാനില്ല. അത് കിട്ടിയിട്ട് എന്തോന്നീ? ഒരു പുല്ലും ചെയ്യാനില്ല. കളന്മാരെ അടിച്ചു കാണും. എനിക്ക് ആ അളിയനെ പ്രാവി കൊല്ലും. ഇതൊന്നാ എനിക്ക് ഭ്രാന്തെടുക്കും. ഞാൻ എവിടെയെങ്കിലും കയറി പോകാൻ പോകണം. അളിയാ, അങ്ങനെ എവിടെയെങ്കിലും കയറി പോയിട്ട് കാര്യമില്ല. പ്രയോജനമുള്ളടത്ത് കയറിപ്പോ. വിസ റെഡിയാണ്. അളിയൻ ഗൾഫിൽ പോ. കമ്പനി സൂപ്പർവൈസറായിട്ട് 1,00,000 രൂപ മാസ ശമ്പളം, ഫുഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ. കയറി പോ അളിയാ. ശരിയാ ബാലു, പോയിട്ട് വാ. നേരത്തെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തതാ. ചെല്ലു ബാലു. അളിയ 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ചീത്തപ്പേരൊക്കെ മാറി കിട്ടും. അത് തന്നെ. അല്ല, പോയിട്ട് വാ ബാലു. നേരത്തെ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതല്ലേ, പിന്നെന്താ പോയാല്? നീ പോന്ന് കിടന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി പോകാൻ പറ്റൂ? ഇവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് കിടക്കുകയാണ്. ഒന്നുമില്ല അളിയ. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാല്ല. ബാലു പോയിട്ട് വാ. അളിയ, രാജീവിനെ വിളിക്കട്ടെ? നീ വിളിക്കടാ. വിളിക്കാൻ പറ്റ. എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ പറയാം. നീ വിളിക്ക്. ഞാൻ എങ്ങനെയും പറഞ്ഞു സമ്മതിക്കാം. നീ വിളിക്ക്. ചുമ്മാ ഇരിക്കുക ചേച്ചി. വല്ല വിധിയുള്ള വല്ലവന്മാരും കയറിപ്പോട്ട്. ചുമ്മാ ഇത് പോവേന്നുമില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ അവന്റെ മുമ്പിൽ വല്ല പോകും. എടാ പ്ലീസ് എടാ, പോകും. ഞാൻ വിളിക്കട്ടാ? ചേച്ചി പറഞ്ഞ് സമ്മതിപ്പിക്കും. സമ്മതിപ്പിച്ചോളാം. അവനെന്നെ ഗൾഫിൽ പറഞ്ഞു വിടണം.
എൻ്റെ സ്വഭാവം വെച്ച് ഗറബികൾ എന്നെ വെട്ടി നുറുക്കും. അവൾക്ക് വേറെ കെട്ടാം, കെട്ടിയില്ലെങ്കിൽ അവൻ കെട്ടിക്കും. എൻ്റെ പിള്ളേരെ എന്നിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കും. എന്നിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം കൂടെ എഴുതി എടുക്കാമല്ലോ അവന്. തെണ്ടി. അളിയാ ടെൻഷനൊക്കെ മാറിയാ? എന്ത് തീരുമാനിച്ച് പോവല്ലേ? പോണം, പോകും. നിനക്ക് ഞാൻ പോയാലേ പറ്റൂ. എനിക്കെന്തളിയാ, അളിയന് പോകണമെങ്കിൽ പോ, ചേച്ചിയെങ്കിലും രക്ഷപ്പെടും. അതെനിക്കറിയാം, ചേച്ചി രക്ഷപ്പെടും. പക്ഷെ എൻ്റെ പിള്ളേർ അനാഥ. എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലോ നീ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയാൽ മതി, പോണില്ലെന്നാണ് അപ്പൊ തീരുമാനം. ചേച്ചി ചേച്ചി എന്താടാ? പോണില്ലെന്ന് എന്തൊക്കെയാ പിച്ചുമ്മ പറയണ്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ രാജീവിനോട് ചെല്ല ഓക്കെ പറഞ്ഞാണ് ചേച്ചി. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ നാണം കെടുത്തി. നിങ്ങളൊക്കെ ജീവിക്കാതിരിക്കെ വരെ പോവ എന്താ വെച്ചാ ചെയ്തു. പിന്നെ 3 പെമ്പിള്ളാരാണ് അകത്ത്. എനിക്ക് അവൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഇതിനിടയ്ക്ക് ഇങ്ങനെ കുത്തിയിരുന്നാ മതിയാ? ഉള്ള സ്ഥലം എല്ലാം പറ്റി മക്കളെ കെട്ടിച്ചിടാനാണോ ബാലുവിന്റെ പ്ലാൻ? അല്ല, ഉള്ള സ്ഥലം എല്ലാം കൂടെ നിന്റെ അനിയന്റെ പേരിൽ ഞാൻ എഴുതി വയ്ക്കാം. അയ്യോ എനിക്കൊന്നും വേണ്ടായേ. കെട്ടുപ്രായം ആവുമ്പം പിള്ളേരെ കല്യാണം അങ്ങ് നടന്നോളൂ. ഓ കെട്ടുപ്രായം ആവുമ്പോ അവരെ ഏവന്മാരെങ്കിലും വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നായിരിക്കും അളിയന്റെ വിചാരം. അനാവശ്യം പറയല്ലേ. അനാവശ്യം പറഞ്ഞൊന്നും അല്ല, നാട്ടിൽ കിടക്കുന്ന കാര്യം പറഞ്ഞാണ്. തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിച്ചേക്കാൻ കഴിവില്ലെങ്കിൽ പെമ്പിള്ളാർ കണ്ടവന്മാരെ കൂടെ ഇറങ്ങി അങ്ങ് പോകും. അവസാനം കണ്ണീരും കൈയായിട്ട് മാറും. എടാ വളക്കാടാ, പിള്ളേര് കേക്കും, വഴിതെറ്റിപ്പോവും. നീ എന്നെ വഴിയാധാരമാക്കി. ഞാൻ എങ്ങനെ വഴിയാതാരാക്കി? തല വെച്ച് അതില്ലടാ നീ. ആര് തലയിലെടുത്ത് വെച്ചെന്ന്? അവൻ പറഞ്ഞാലും കാര്യമുണ്ട് ബാലു. നിന്റെ അനിയൻ പറയണേല് കാര്യമുണ്ട്, ഞാൻ പറയണല്ലേ. അളിയൻ ഗൾഫിൽ പോണ്ട, എന്റെ കൂടെ അങ്ങ് വാ, എന്നെ കൃഷിയിൽ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഒരുമിച്ച് ജീവിക്കാം. ഭാര്യ വീട്ടില് ആദ്യമൊക്കെ പരമസുഖം, പിന്നെ പഴവിയ പട്ടിക്ക് സമം. വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണാൻ ആർക്കും കണ്ണില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി എന്റെ മക്കൾ വഴിയാതാരായി പോവും, അത് ഉറപ്പാ. നീ നിന്റെ കാര്യം നോക്ക്, ചെല്ല്. എന്തിനാണെന്ന് കരയണത്? ഞാൻ പോവാ, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പോവാ. ഗൾഫിലാ ആഫ്രിക്കയിലാ എവിടെ വേണോ ഞാൻ പോവാ. നേരാണോ പറഞ്ഞേ? ഞാൻ പോവാ. ഇവ എന്താ അളിയാ? എൻ്റെ പേരെന്തോന്നു? ആരെ? എൻ്റെ കൂട്ടുകാരൻ്റെ രാജീവ്. അവ എന്തിനടാ ഗൾഫിൽ നിന്ന് വന്നത്? എന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നിർത്തിയിരിക്കും. അച്ഛൻ അതിൽ കയറുമ്പോഴത്തേക്ക് നേരെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നേരെ മാനത്തോടെ പൊങ്ങി അങ്ങ് പോകും. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മാമ, ആ അച്ഛൻ ഗൾഫിൽ പോവാണെങ്കിൽ പൊയ്ക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ അച്ഛൻ പോയില്ലെന്ന് വെച്ചേ മാമൻ അച്ഛനെ കൃഷിക്കൊന്നും വിളിച്ചേക്കല്ലേ? അതെന്ത്? എനിക്ക് അച്ഛനോടും മാമനോടും ഒരേ സ്നേഹമാ. പക്ഷേ അച്ഛൻ കൃഷി അത് ശരിയാവത്തില്ല. അതെന്താടാ? മാമന് വേണ്ടിയ പൈസ മാമൻ കൃഷി കൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എനിക്കുള്ള പൈസ. അച്ഛൻ വന്നാൽ ഉള്ളതും കൂടെ പോവും. അതെന്ത്? ഞാനേ കുളവായി. മാമനെങ്കിലും നന്നാവട്ടെന്നും വെച്ചാ ഞാനീ പറയുന്നേ. അച്ഛൻ കൈവച്ച് എന്തായെങ്കിലും പോവും. അച്ഛൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പാപം കിട്ടും. അതെനിക്കറിയാം, അച്ഛനെ ഇങ്ങനെയായി. മാമനെങ്കിലും നന്നാവന്നെ ഞാനീ പറയുന്നേ. പറ്റുമെങ്കിൽ മാമൻ എൻ്റെ അച്ഛനെ ഗൾഫിൽ കൊണ്ടുപോകും, പിന്നെ എൻ്റെ അച്ഛൻ്റെ ആരും കുറ്റം പറയത്തില്ലല്ലോ. കൊണ്ടുപോകാം കേട്ടാ. ഹലോ, എടാ രാജീവേ, ഒരു ദിവസത്തേക്കുള്ള ആളായിട്ടുണ്ട് കേട്ടാ. വേറെ ആരുമല്ല, അളിയൻ. അതൊക്കെ ഉണ്ട്. നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. രാജീവിനെ വിളിച്ചാ? വിളിച്ച് അവനെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോകാൻ റെഡിയാണ്. പിന്നെ ബാക്കിയെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഉണ്ടോ? അതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ബാലു, രാജീവിനോട് എല്ലാം സംസാരിച്ച് ഓക്കെ, വിസ. ഇതുപോലെ തട്ടിപ്പ് വിസായിട്ടാണ്. അതിന് വിസയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അതൊന്നുമല്ല, ചില ഗൾഫ് മലയാളിയൊക്കെ ഇവിടെ ഉള്ളവന്മാരെ അവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സാഡിസം ബ്ലഡി നോൺസെൻസ്. അളിയന്റെ ചിന്ത നോൺസെൻസ് ആണ്. അളിയൻ ജെന്റിൽമാൻ അല്ലേ, പെർഫെക്റ്റ് മാൻ. പാസ്പോർട്ട് എവിടെ? അതിവിടെ ഉണ്ട്, അലമാരിലുണ്ട്. അപ്പുറത്താണ്, എടുത്തോണ്ട് വരാം. നിന്റെ കെയർ ഓഫിലാണ് പോണത്. രാജീവാണ് കൊണ്ടുപോകണത്. അതാണ് എനിക്ക് പേടി. അവിടെ കാണില്ലല്ലോ.
അവിടെ കാണില്ലല്ലോ. ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഉള്ള അലമാരി ഞാൻ കണ്ടതാ. നോക്ക്, പെട്ടെന്ന് നോക്ക്. ഇതാണ് നല്ലൊരു കാര്യം വരുമ്പോൾ നോക്കിയാൽ കാണൂല. ഞാനേ അപ്പുറത്തെ അലമാരി ഉണ്ടെന്ന് നോക്കിട്ട് വരാം. ഇത് കിട്ടിയാ? പാസ്പോർട്ട് കിട്ടിയാ പോവോ? പിന്നെ പോവല്ല, എന്ത് ഉറപ്പാണല്ല. പോവോ ഇല്ലേ? പാവാടല്ല, പോവോ ഇല്ലേ? പോവോ? ആ ഇത് കിട്ടിയാ? അവിടെ ഇല്ല. ഏയ്, ആ കിട്ടിയാ? നോക്കാം. ഒരു സ്ഥലം കൂടെ ഉണ്ട്. അലമാര കബോർഡില്ലേ, അവിടെ കിട്ടാ. മുകളിലും കൂടെ കയറി നോക്ക്. സിൻഡെക്സ് ടാങ്കിന്റെ അകത്ത് നോക്ക്. വെള്ളം വാട്ടർ അടിക്കണം അതിന്റെ അകത്ത് നോക്ക്. ചേട്ടാ ഈ പാസ്പോർട്ട് എവിടെ പോയി? അലമാരയിൽ വെച്ചിരുന്ന ഇപ്പൊ അത് കാണില്ല. സമയത്തിന് എന്തെങ്കിലും സാധനം നോക്കി അത് കാണത്തൂല്ല. പാസ്പോർട്ട് കാണില്ലെന്ന് പറഞ്ഞപ്പോ അവനോട് ഇറങ്ങി പോയതാ കുട്ടു. ഇപ്പൊ അവനെ കാണില്ല. അവ പറയുക പാസ്പോർട്ട് കിട്ടിയില്ലടാ. സാരമില്ല, പുതിയതിന് അപേക്ഷിക്കാം. അതിന് ഫോറം വേണ്ടേ? ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കളഞ്ഞു പോയ പാസ്പോർട്ട് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. നാളെ പാസ്പോർട്ട് ഓഫീസിൽ പോകണം, കൂടെ വന്നേക്കണം. നാളെ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ്. പാസ്പോർട്ട് ഉടനെ കിട്ടുമോ? ആ, അതിന് കിട്ടാൻ വഴിയുണ്ട്. ഇപ്പം എമർജൻസിയിൽ കിട്ടും. അതെങ്ങനെ പറ്റും? എൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കണം. അത് തിങ്കളാഴ്ചയെ കൊടുക്കാം. അതിന് പാസ്പോർട്ട് നമ്പർ വേണം. അതിന് വഴിയുണ്ട്. എടാ, പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്, പെർമനന്റ് അഡ്രസ്സ് വേണം. അളി ഒരു കാര്യം ചെയ്യും, പാസ്പോർട്ടിനെ അപേക്ഷിച്ചിട്ട് അളിയൻ്റെ വീട്ടിൽ പോയിന്നില്ലേ? എടാ, വെരിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇവിടെ അല്ലടാ നിൽക്കണേ. വിചാരിച്ചതുപോലെ അല്ലല്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. അളിയൻ ഞാൻ എന്തായാലും പാസ്പോർട്ട് എടുത്ത് തരും. എടാ, അതിന് സമയത്തിന് കിട്ടണ്ടേ? നിന്റെ കൂട്ടുകാരോട് പോകണ്ടേ? വിസയ്ക്ക് കാലാവധിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, പാസ്പോർട്ടായി ശരിയാക്ക്. അടുത്ത പ്രാവശ്യം നിന്റെ കൂട്ടുകാരൻ വരുമ്പം ഞാൻ കൂടെ പോവാം. ഇപ്പൊ പോയാ പോയി, ഇല്ലെങ്കിൽ പോയി. പാസ്പോർട്ട് ബാലു, ബാലു ഇടാ, പാസ്പോർട്ട് കിട്ടി. ഇതെവിടെ കിടന്ന്? ദേ ഇവിടെ. അളിയാ നനഞ്ഞിട്ടില്ല. പാസ്പോർട്ട് ഇവിടെ കിടന്നു, ഇതിന്റെ ഇടയിൽ. ഇവിടെ കിടന്നാ? പിള്ളേർ പറഞ്ഞു ഇതിന്റെ ഇടയിൽ കിടന്നു. എവിടെയാണ് കിടന്ന പാസ്പോർട്ട്? ഇതെങ്ങനെ ഇവിടെ വന്നേ? അച്ഛൻ പോണേല് വിഷമം കൊണ്ട് ആരാണ് ഈ പാസ്പോർട്ട് എടുത്ത് ഇവിടെ കൊണ്ടിട്ടെന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ അടിയുള്ളൂ. അച്ഛൻ പോകുന്ന ഞങ്ങക്ക് വിഷമമൊന്നുമില്ല. ഇനി എന്തായാലും പാസ്പോർട്ട് കിട്ടിയല്ല. ദേവിക്ക് നേർച്ച നേർന്നു. നേർച്ച നേർന്നില്ലെങ്കിലും പാസ്പോർട്ട് കിട്ടും. അളിയന് പ്രത്യേകിച്ച് കേസും വഴക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അപേക്ഷിച്ച ഉടൻ തന്നെ കിട്ടും. കേസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ പാസ്പോർട്ടൊക്കെ പിടിച്ചു വയ്ക്കും, തരൂല. ചേച്ചി ഇത് കൊണ്ട് അകത്തുകൊണ്ട് സൂക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഇനിയും ഇതിൻ്റെ ഇടയിൽ പോവും. അളിയാ സൂക്ഷിച്ചു വയ്ക്കണേ കൊണ്ട്, ഇനി മിസ്സാവരുത്. ഗ്യാസ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റൂല. ഗ്യാസ് എന്തളിയാ വലിയ ചിന്തയിലാണല്ലോ. ഒന്നുമില്ലടെ. ഊണ് കഴിച്ചാ? ഞാൻ അവനെ പോയി കണ്ട് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നാളെ മെഡിക്കൽ എടുക്കാൻ പോകണം. പിന്നെ നല്ലൊരു ബാഗ് വാങ്ങിക്കണം. എന്തിന്? ഗൾഫിൽ കൊണ്ടുപോയി. കേട്ടാ, ഞാൻ കൂടെ വരാം. മുടങ്ങണമെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കണം. എവിടെ ഗ്യാസിന് ഞാൻ അവിടെ പോകാൻ? എന്ത് അങ്ങനെ നിൽക്കുന്നു? എന്ത് എനിക്കിവിടെ ഒന്നുകൂടെ? ഓ നിൽക്കാം. നിങ്ങളെ വീണ്ടും നടയില്ലേ നിൽക്കാത്തത്? നിനക്കെന്തറാ ഞാൻ ഇവിടെ നിന്നാ? രാത്രി ഒരുമാതിരി സംസാരിക്കണേ. പിന്നെ നീ കൂടുതൽ സ്നേഹമൊന്നും കാണിക്കല്ലേ.
നിന്നെ പറ്റി ഞാൻ അറിഞ്ഞ്. നീ എന്നെ എൻ്റെ വീട്ടുകാരെ പറ്റി എന്തിനാ അപവാദം പറഞ്ഞു കൊടുക്കണേ? ഞാൻ ബാസിയാണ്. ഏത് ബാസി നീ? അപ്പുറത്തെ ബാസി. അപ്പുറത്തെ ബാസിയാണെങ്കിൽ ഞാൻ തന്നെ നിന്നാൽ മതി. ഇങ്ങോട്ട് കയറി വരരുത് കേട്ടോ. വളിച്ച സംസാരിക്കുന്നത് വലിച്ച സംസാരം എൻ്റെ പല്ലിനടിച്ചിളക്കും ഞാൻ. പല്ലിന് നീ നിന്റെ പെണ്ടാട്ടിയുടെ പല്ല് അടിച്ച് പറയാടാ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞ പിന്നെ നിനക്ക് ഭ്രാന്താടാ. എന്താടാ? പോടാ പോടാ പോടാ. ബാസിയാണ് ബാസിയാണ്. നീ കേസ് കൊടു. നീ പോയി കേസ് വിടാ. പോലീസിന് കേസ് വിടാ. പോലീസ് അറിഞ്ഞ് വരട്ട് അവന്മാരെ ഞാൻ അടിക്കും. എടാ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കേസ് ബാലുവിന് പുല്ലാണ്. എന്താ ശരിക്കും കൊടുത്തിട്ടുണ്ട്. എടാ ബാലുവിന്റെ അടുത്ത് കളി വേണ്ട. ബാലു കുറെ കളി കണ്ടവനാണ്. അവ ഓടി. ആര്? അപ്പുറത്തെ വൈ. എപ്പുറത്തെ വൈ? ഞാടാ വെറുതെ നിന്ന് എന്റെ അടുത്ത് ഉടക്കാൻ വന്നടാ. കൊടുത്തടാ. അവൻ പോയി കേസ് കൊടുക്കുമെന്ന് വൈ. കേസ് കൊറ. ബാലു കുറെ കേസ് കണ്ടിട്ടുണ്ട്. കൊടുക്കട്ടെ കേസ്. ഇറങ്ങി വാടാ വാടകയ്ക്ക് അവസ്ഥ തെണ്ടി. വരുത്തന്മാരെ ഇവിടെ നിന്ന് കെട്ടിട്ടിരിക്കുമല്ലോ. വാടാ ഇവിടെ. എന്താടാ കേസ് കൊടുക്കും. പ്രസിഡന്റ് പറ്റടാ. കുടുംബത്തോടെ ഞാൻ ഇവിടെ പറഞ്ഞു വിളിക്കല്ലേ. എടാ ഇവൻ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞടാ. ഇവളെ പറഞ്ഞു നീ സഹിക്കോ? അളിയ എന്തോന്ന് കാര്യം എന്തോന്ന്? ഒന്നും ചെയ്തില്ല. മിണ്ടാ വരായിരുന്നവ ഇല്ലാത്ത കേസ് പറഞ്ഞ് വെറുതെ എന്നെ ഇവിടെ ഇട്ട് ചവിട്ടി ഉരുട്ടി കളഞ്ഞു പോയി. എവിടെ കണ്ണം തരുവായി. അളിയാ ചുമ്മാരി. ചേട്ടാ ചേട്ടാ അല്ല ഉറപ്പായിട്ട് കേസ് കൊടുക്കും. കേസ് കൊടുത്ത് ഇവനെ അകത്താക്കിയിരിക്കും. അതിന്റെ കാര്യം കൊട്ടേഷനും കൊടുക്കും. പെണ്ണുങ്ങൾ ഇടയിൽ കയറി ഒളിച്ചിരിക്കുക. ഇങ്ങോട്ട് വാടാ. നിങ്ങൾ എന്തോന്ന് ഇത് കാര്യം എന്താണെന്ന് പറയണില്ല. നമ്മളെ കൂടെ വന്നത് ആരെന്നാ? ചേട്ടാ ഒന്നും ചെയ്യില്ല. ചേട്ടാ ഒന്നും ചെയ്യില്ല. നിന്റെ അളിയ എവിടെ ഉള്ളേ? അളിയ ഇവിടെ ഉള്ള തന്നെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവൻ ശരിക്കും അടിക്കല്ലേ ചേട്ടാ. അളിയാ അങ്ങോട്ട് മാറിയില്ലേ? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അളിയ. അളിയ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. സോൾവെന്റ് കേസ് കൊടുക്കും. കേസ് കൊടുക്കലെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒന്ന് അകത്ത് പോ. ഓയ് വയ്യാത്തയാണല്ലേ. വയ്യ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലല്ലേ? എനിക്കറിയാം. ആണ്ട മാമനും അമ്മയും കൂടെ ചേർന്ന് എന്നെ മരുഭൂമിയിൽ പറഞ്ഞയക്കാൻ പോവുകയാണ്. ഒന്നാൾ അച്ഛൻ വയസ്സായി വരെയാണ്. അവിടെ കിടന്ന് അച്ഛന് വല്ലതും വന്നാ പിന്നെ നിങ്ങൾക്ക് ആരുണ്ട്? നിങ്ങൾ അച്ഛനൊരു ഉപകാരം ചെയ്യൂ. നിങ്ങൾ അമ്മയുടെ അടുത്ത് ചെന്ന് പറയണം അച്ഛനെ ഗൾഫിൽ വിടല്ലേ. അച്ഛൻ വയസ്സായി വരെയാണ്. നിങ്ങൾക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റൂല. പിന്നെ അവിടെ യുദ്ധം വന്ന അച്ഛൻ എന്ത് ചെയ്യും എന്നൊക്കെ ചെന്ന് പറയണം. അവൾ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ എന്നെ ഗൾഫിൽ പോകാൻ സമ്മതിക്കരുത്. അമ്മയുടെ ഒന്ന് പറയൂ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞതായിട്ട് അമ്മ അറിയല്ലേ. അമ്മ അറിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ചാവണയാണ് നല്ലത്. അമ്മേ അച്ഛനെ ഗൾഫിലേക്ക് വിടണ്ട അമ്മേ. അച്ഛൻ പാവല്ലേ. വയസ്സായ ആളല്ലേ അമ്മ അച്ഛൻ. അച്ഛനെ ഞാൻ ഗൾഫിലേക്ക് വിട്ട പിന്നെ ഞങ്ങൾക്കാരുണ്ടോ? ഗൾഫിൽ യുദ്ധം വന്ന അച്ഛൻ എന്ത് ചെയ്യുമേ? യുദ്ധം വന്നാൽ അച്ഛൻ യുദ്ധം ചെയ്യും. പറയടാ നിന്നെ അച്ഛത്തെ പഠിപ്പിച്ചോളാം. അളിയാ മെഡിക്കൽ എടുക്കാൻ പോണ്ടടാ. പോവാ. ഇപ്പോഴൊന്നും അല്ല, അതിന്റെ എല്ലാം ആവട്ടെ എന്നിട്ടല്ലേ പോകണ്ടേ. ഇപ്പം പോണ്ടല്ലേ? ഇപ്പൊ പോവാളിയാ. അപ്പൊ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയാ. തീരുമാനമൊക്കെ എടുത്താ.
ടെൻഷനാ. അവന്റെ മെഡിക്കൽ ടെസ്റ്റ്. നീലു നീലു നീലു, എന്തേ എന്റെ കണ്ണിന് ഒരുമാതിരി മശക്കം പോലെ. ഇവിടെ ഇവിടെ വെള്ള തോർത്തിന്റെ ഇടയിൽ കൂടെ നോക്കിയതുപോലെ ഒന്നും കണ്ടുകൂടാ. അളിയാ കണ്ണടിച്ച് പോയടാ. കേശു അളിയവിടെ? അളിയാ അളിയാ, കണ്ണ് കാണില്ല. കണ്ണ് ഒരുമാതിരി മൂടൽ കെട്ടി മഞ്ഞ് പോലെ. കണ്ണ് മൂടൽ മഞ്ഞ് പോലെ. ഒന്നും കാണാൻ പറ്റില്ലേ? ഏകദേശം ഇങ്ങനെ നിഴല് പോലെ കാണാം. ഇപ്പഴാ ഇതാ ഇങ്ങനെ കാണിച്ച കാണാമോ? ഇങ്ങനെ ഇല്ലടാ. ഇതെത്ര ഇത് നീ അതിന് കൈ പൊക്കിയില്ലല്ലോ. ഇതെത്ര ഇത് എനിക്ക് ഇനി എങ്ങനെയാടാ ഞാൻ മെഡിക്കൽ ടെസ്റ്റിന് പോണത്? പിന്നെ ഇപ്പൊ കണ്ണൂടെ ഇനിയിപ്പോ എങ്ങനെ ഗൾഫിൽ പോകും? എനിക്ക് പോണടാ. പറ്റൂലല്ലോ മെഡിക്കൽ ടെസ്റ്റ്. അപ്പൊ അതിന് പോകാൻ പറ്റൂല. എനിക്ക് പോയേ പറ്റും. പോകാൻ പറ്റൂലല്ലോ അതിന്. എനിക്ക് പോണാടാ. പോവാൻ പറ്റൂല. പൈസ എടുത്ത് വാങ്ങിച്ചു വെച്ചൊക്കെയാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ചു എടുത്തോണ്ടോ? പെട്ടെന്ന് കാഴ്ച കിട്ടി. ചേട്ടി അത് ശരി. അളിയാ വെറുതെ എന്തിനടാ ഇവിടെ കിടന്ന് കറങ്ങണേ? നാണ ഇല്ലല്ലോ അവേ. ഇതിന്റെ വീട്ടിൽ പടാ. പോട്ടോ. മോനും മോളും ഇവിടെ. അവര് ബാംഗ്ലൂരല്ലേ? അളിയല്ലേ പറഞ്ഞു വിളിച്ചു വരുത്തണ്ടാന്ന്. അവരിനി അടുത്ത ആഴ്ച വരാൻ പറ്റും. നീലു, നീ പിള്ളേരെ പൊന്നുപോലെ നോക്കണം കേട്ടാ. ഞാൻ ഇവിടെ ഉണ്ടളിയാ. അളിയാ എപ്പോഴും കണ്ടു വേണം ഇവിടെ. പോട്ടെ നീലു. കരയാതെ 2 വർഷം പടാന്ന് പറഞ്ഞു പോകും. അല്ലയാ 2 വർഷം എത്ര ആൾക്കാർ ഗൾഫിൽ പോകണം? എന്ത് നമ്പര് അളിയാ 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 ഒരുപാട് നമ്പർ കാണിച്ചാണ്. എനിക്ക് ഞാൻ തൂക്കിയെടുത്ത് വണ്ടി കയറ്റി. എനിക്ക് ചുമ്മാ വെച്ച് നമ്പർ എനിക്ക് നമ്പർ അല്ലടാ നോക്ക്. അളിയാ 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 എണീക്ക് അങ്ങോട്ട്. അളിയാ ഞാൻ വണ്ടി കൊണ്ട് കൊണ്ടോ. മാറി